So we have a few questions here that I'll try and answer. നമുക്ക് ഇവിടെ ചില ചോദ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം നൽകുവാൻ തക്കവണ്ണം ഞാൻ ശ്രമിക്കാം. In the Old Covenant, they had a group of people called the scribes. പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ ദേവാലയത്തിൽ ശാസ്ത്രിമാർ എന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു. Their whole job was to study the law and to explain it to people. അവരുടെ പ്രത്യേകമായ ദൗത്യം ന്യായപ്രമാണം മുഴുവനും പഠിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. Someone has counted that there were 613 commandments in Moses' law. മോശയുടെ ന്യായപ്രമാണത്തിൽ ഏകദേശം 613 കൽപ്പനകൾ ഉണ്ടായിരുന്നു എന്ന് ചിലർ എണ്ണി പറഞ്ഞു. We know the 10 main commandments. നമുക്ക് 10 പ്രധാന കൽപ്പനകളെ കുറിച്ച് അറിയുള്ളൂ. There were many other commandments. എന്നാൽ അതിലധികമായി വളരെയേറെ മറ്റു കൽപ്പനകളും ഉണ്ടായിരുന്നു. So whenever anybody asks a scribe a question, he will turn to that saying, this is what it says about this situation. ഒരു ന്യായപ്രമാണ ശാസ്ത്രിയോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അവർ ഉടനെ തന്നെ ആ ന്യായപ്രമാണ പുസ്തകം തുറന്നിട്ട് അതിന് ഉത്തരം കണ്ടുപിടിക്കുമായിരുന്നു. So Moses went up to the mountain and brought these 613 commandments. മോശ സീനായി പർവ്വതത്തിലേക്ക് കയറി പോയിട്ടാണ് ഈ 613 കൽപ്പനകൾ കൊണ്ടുവന്നത്. When Jesus went up to heaven, he did not send commandments. എന്നാൽ യേശു സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയി. യേശു കൽപ്പനകളല്ല അയച്ചത്, He sent the Holy Spirit. കർത്താവ് അയച്ചത് തന്റെ പരിശുദ്ധാത്മാവിനെയാണ്. So you need to understand that the Holy Spirit has replaced the entire Old Testament law. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തെ മുഴുവനും നീക്കം ചെയ്ത് അതിന് പകരമായിട്ട് വന്നിരിക്കുന്നു. So in the world we can say there are 3 types of people. ലോകത്തിൽ 3 വിധത്തിലുള്ള ആൾക്കാരുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. One, those who have no law, no commandments, no covenant. ഒന്ന്, ഒരു പ്രമാണവും ഒരു നിയമവും ഒരു പുസ്തകവും ഇല്ലാത്തവർ. Then we have Christians who go according to the letter of the law. They are old covenant Christians. എന്നാൽ അടുത്ത ഒരു കൂട്ടമാണ് ക്രിസ്ത്യാനികൾ, ന്യായപ്രമാണത്തിലെ ആ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർ. And they are always very judgmental of others, like the Pharisees. You are not keeping this, you are not keeping that. അവരെ പരീശന്മാരെ പോലെ എപ്പോഴും മറ്റുള്ളവരെ വിധിക്കുന്നവരായിരുന്നു. നിങ്ങൾ ഈ കൽപ്പന പ്രമാണിക്കുന്നില്ല, ആ കൽപ്പന പ്രമാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. But in the new covenant, when you are filled with the Holy Spirit, He tells you what to do in each situation. എന്നാൽ പുതിയ നിയമത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടാത്തത്, എതിലെയാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഉപദേശം പരിശുദ്ധാത്മാവ് തരും. If you ask a question like, which TV programs can I watch? നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഏത് വിധത്തിലുള്ള ടെലിവിഷൻ പ്രോഗ്രാമാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്? Supposing I make a list like that, these are all the ones you should not watch. ഞാൻ ഒരുപക്ഷെ നിങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നിങ്ങളോട് പറയുവാണ്, ഇന്ന പ്രോഗ്രാമുകൾ മാത്രമേ നിങ്ങൾ കാണാവൂ, മറ്റുള്ളത് കാണരുത്. But next week there will be 10 new programs. You'll have to again find out from me. എന്നാൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് പുതിയതായിട്ടൊരു മറ്റു 10 പ്രോഗ്രാമുകൾ കാണും, അതിന് പിന്നെയും നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. Instead of all that, God has given us the Holy Spirit. ഇതിന് പകരമായിട്ട് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. Who will tell you when you are seeing something, you shouldn't see that. നിങ്ങൾ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് കാണരുത് എന്നുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം തരും. When you're going to say something, the Holy Spirit will say, don't say that. അതുപോലെ നിങ്ങൾ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് അത് പറയണോ വേണ്ടായോ എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം തരും. You're planning to go somewhere, he'll say, don't go there. നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ പോകണോ പോകണ്ടായോ എന്നുള്ളതിന് ഒരു വ്യക്തമായ ഉപദേശം പരിശുദ്ധാത്മാവ് തരും. Sometimes he may tell you to go somewhere. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് ചില സ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുവാൻ നിങ്ങളോട് പറയും. Or he may tell you to turn to some book of the Bible and start reading it. വേദപുസ്തകത്തിലെ ചില പുസ്തകങ്ങൾ എടുത്ത് വായിക്കുവാൻ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിച്ചു. So the ultimate answer to all questions is be filled with the Holy Spirit. ഈ ചോദ്യങ്ങൾക്കെല്ലാം അവസാനമായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്ന് തന്നെയാണ്. You see, God has set teachers in the church to teach God's word. ദൈവവചനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പുതിയ നിയമസഭയിൽ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. But if you're not filled with the Spirit, you can take it according to the letter and not understand what God wants you to do. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടില്ല എങ്കിൽ ഈ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന അതിന്റെ അർത്ഥത്തിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. So please keep that in mind. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടായിരിക്കണം. This book, the Bible, can be a tree of knowledge of good and evil to you or a tree of life. ഈ വിശുദ്ധ വേദപുസ്തകം നിങ്ങൾക്ക്
നന്മതിന്മകളേക്കുള്ള അറിവിന്റെ ഒരു വൃക്ഷമായി തീരുവാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ജീവന്റെ വൃക്ഷമായി തീരുവാനുള്ള സാധ്യതയുമുണ്ട്. If you go to it as a tree of knowledge of good and evil, it will bring death to you. ഇത് നന്മയും തിന്മയും എന്തെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു അറിവിന്റെ വൃക്ഷമായിട്ടാണ് നിങ്ങൾ ഇത് ആഗ്രഹിച്ചാണ് ഇതിലേക്ക് പോകുന്നതെങ്കിൽ അത് നിങ്ങളിലേക്ക് മരണം കൊണ്ടുവരും. Because you do so many right things and you are quite proud of it. കാരണം നിങ്ങൾ പല ഇതിന്റെ അടിസ്ഥാനത്തിൽ പല നല്ല കാര്യങ്ങളും ചെയ്യും, അത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നും. And you are proud of it, and that brings death into your life. അത് നിങ്ങളിൽ ഒരു നിഗള സ്വഭാവം ഉണ്ടാക്കുകയും അത് നിങ്ങളെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. And then you judge other people, and that also brings death into your life. എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർ അത് ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ അവരെ വിധിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്നത് നിങ്ങളെ മരണത്തിലേക്ക് നയിക്കും. It's very difficult to do everything according to God's word and not be proud. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് നിഗളമില്ലാതിരിക്കുക എന്നുള്ളത് ഒരു പ്രയാസമേറിയ കാര്യമാണ്. It's very difficult to do everything according to God's word and not judge others who are not doing according to God's word. ദൈവവചനം അനുസരിച്ച് എല്ലാം നന്നായി അതുപോലെ തന്നെ ചെയ്തിട്ട് മറ്റുള്ളവർ അത് ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ അവരെ വിധിക്കാതിരിക്കുന്നതും പ്രയാസമാണ്. But if you are filled with the Holy Spirit, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ടവരാണെങ്കിൽ you will do the right thing നിങ്ങൾ ശരിയായ കാര്യം ചെയ്യും without being proud. അത് ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു നിഗളമുണ്ടാകുകയില്ല. And without judging others. ആ വിഷയത്തിൽ അത് ചെയ്യാത്തവരെ കുറിച്ച് അവരെ നിങ്ങൾ വിധിക്കുകയുമില്ല. That is the tree of life. അതാണ് ജീവന്റെ വൃക്ഷം. So please remember, when you go to the Bible, say, Lord, I want life from here, not laws. നിങ്ങൾ വേദപുസ്തകത്തിലേക്ക് പോകുമ്പോൾ കർത്താവേ എനിക്ക് ജീവനാണ് ആവശ്യം, എനിക്ക് അറിവല്ല എന്ന്. So here's a question. ഇവിടെ ഒരു ചോദ്യം. How to have a victorious Christian life, or what are the important things for a victorious Christian life? എങ്ങനെയാണ് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാകുന്നത്? അതിനുള്ള പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? Let me tell you in 5 fingers. 5 വിരലുകൾ നമുക്കുണ്ടല്ലോ. You can hold something with 2 fingers. 2 വിരലുകൾ കൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പിടിക്കാൻ പറ്റും. But with 5 fingers, you get a very strong grip. എന്നാൽ ഈ 5 വിരലും ചേർത്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അത് മുറുക്ക പിടിക്കുവാൻ കഴിയും. So, the thumb is the blood of Jesus Christ. ഇതിലെ ഈ നമ്മുടെ തള്ളവിരല് യേശുക്രിസ്തുവിന്റെ രക്തമായിട്ട് നമുക്ക് that's the most important part of everything. നമ്മുടെ കൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിരലാണ് തമ്പുവിരൽ. Without the blood of Jesus Christ, your sins are not forgiven. You can't even begin. You can't even get into the kindergarten. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടിയാണ് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള പ്രവേശനം തന്നെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിന്റെ രക്തമില്ലാതെ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ പ്രവേശിക്കാൻ പോലും കഴിയില്ല. So that's the first thing you must be sure. You have confessed your sin to God, and all of them are forgiven through the blood of Jesus Christ. അതെ, നിങ്ങളുടെ പാപങ്ങൾ യേശുക്രിസ്തുവിനോട് നിങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ യേശുവിന്റെ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിക്കും. And you must be sure of that. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. You must not let the devil accuse you of things you have confessed. നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച വിഷയത്തെക്കുറിച്ച് പിന്നെ പിശാച് നിങ്ങളെ കുറ്റം വിധിക്കുവാൻ നിങ്ങൾ ഇടം കൊടുക്കരുത്. Some people ask me this question: what is a sin which will never be forgiven? ഒരിക്കലും ക്ഷമിക്കാത്ത പാപം ഏതാണ് എന്ന് ഒരു ചോദ്യം ചിലർ എന്നോട് ചോദിക്കാറുണ്ട്. I'll tell you. ഞാൻ പറയാം. The sin which you don't confess. നിങ്ങൾ ഏറ്റുപറയാത്ത കുറ്റപാപം. That will never be forgiven. അതൊരിക്കലും ദൈവം ക്ഷമിക്കുകയില്ല. But whatever you confess is forgiven immediately. എന്നാൽ നിങ്ങൾ ഏതൊക്കെ ഏറ്റുപറയുന്നോ അതെല്ലാം ദൈവം ക്ഷമിക്കും. And there is no sin, however great, that is greater than the power of the blood of Christ. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ട് മായ്ക്കാൻ പറ്റാത്തതായ ഒരു പാപവും ലോകത്തിലില്ല. So don't glorify your sin as if it's such a big thing that it may not be forgiven. അതുകൊണ്ട് നിങ്ങളുടെ പാപത്തെ ഒരു വലിയ മഹത്തായ കാര്യമായിട്ട് കാണരുത്. അത് ഒരു കാരണവശാലും ക്ഷമിക്കപ്പെടുവാൻ സാധ്യതയില്ല എന്ന് പറയരുത്. Don't delay in confessing sin. എന്നാൽ പാപം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നതിന് താമസിപ്പിക്കരുത്. It's like removing a thorn from your foot. How long do you wait before you remove it? നിങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ അത് എടുത്തു കളയുവാൻ നിങ്ങൾ എത്ര സമയം കാത്തിരിക്കും? Like that we must confess sin. അതുപോലെയാണ് ഒരു പാപ അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് കരകയറുന്നത്. And second is the word of God. രണ്ടാമത്തെ വിരലാണ് ദൈവവചനം. See, without the word of God, we don't even know whether Christ died for us. ദൈവവചനത്തിൽ കൂടെ അറിവില്ലാതെ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പോലും നമുക്കറിയില്ല. How do you know whether he rose up from the dead? യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ അറിയുന്നത് ദൈവവചനത്തിലൂടെയാണ്. Nobody has seen him die or rise up. നമ്മളിൽ ആരും തന്നെ യേശുക്രിസ്തു മരിക്കുന്നതും ഉയർക്കുന്നതും കണ്ടവരല്ല. Everything we know about Jesus is from the Bible. യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ലഭിച്ച എല്ലാ അറിവും ഈ ദൈവവചനത്തിൽ കൂടിയാണ്. Everything we know about God is only in the Bible. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് എല്ലാം ഈ ദൈവവചനത്തിൽ കൂടിയാണ്. So that is the second thing, very very important.
അതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന മറ്റേ കാര്യം. So with these two, you got a grip on the Christian life. ഈ രണ്ട് പ്രധാന വിരലുകൾ, അതായത് യേശുക്രിസ്തുവിന്റെ രക്തവും ദൈവവചനവും, ഇതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന് ഒരു നല്ല പിടി നമുക്ക് You can't hold things with one finger. ഒരു കൈ കൊണ്ട് മാത്രം, ഒരു വിരൽ കൊണ്ട് മാത്രം നമുക്ക് ഒന്ന് പിടിക്കാൻ പറ്റില്ല. Minimum is two. ഏറ്റവും കുറഞ്ഞത് ഈ രണ്ട് വിരലുകളെങ്കിലും വേണം. So if you want bare minimum of the Christian life, these are the two things. ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും ചുരുങ്ങിയ രണ്ട് കാര്യം വേണമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളാണ്, ദൈവവചനവും യേശുവിന്റെ രക്തവും. No, but there's more. എന്നാൽ അതിൽ കൂടുതലുണ്ട്. The third is the fullness of the Holy Spirit. മൂന്നാമത്തെ കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. People ask me, do you have to be filled with the Holy Spirit to go to heaven? പലരും എന്നോട് ചോദിക്കാറുണ്ട്, സ്വർഗത്തിൽ പോകുന്നതിന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ട ആവശ്യമുണ്ടോ? No. ഇല്ല. You only need the blood of Christ and the word of God. നിങ്ങൾക്ക് ദൈവവചനവും യേശുവിന്റെ രക്തവും മാത്രം മതി. But if you want to live for Christ on earth, then you need to be filled with the Holy Spirit. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. If you really want to do all of God's will, you have to be filled with the Holy Spirit. ദൈവത്തിന്റെ ഹിതം മുഴുവനും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. And not just once, continuously. അത് ജീവിതത്തിൽ ഒരിക്കലായിട്ടല്ല, നിരന്തരമായി. I think this is the mistake of many Pentecostal charismatic churches. They speak of the one initial baptism in the Holy Spirit. പെന്തിക്കോസ്റ്റലും കരിസ്മാറ്റിക്കൽ വൃത്തങ്ങളിൽ പലപ്പോഴും ഒരിക്കലായിട്ട് പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. I'm very happy for those churches because they preach the baptism in the Holy Spirit. ഞാൻ ആ സഭകളെ കുറിച്ച് എനിക്ക് സന്തോഷമുണ്ട്. കാര്യം അവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. Many others don't preach it. എന്നാൽ പല മറ്റ് സഭകളും അത് പ്രസംഗിക്കുന്നു പോലുമില്ല. But I say it's not just once, it must be continuously. അത് എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ല, അത് നിരന്തരമായി വേണം എന്ന് ഞാൻ In the Acts of the Apostles, you read about some people who are filled with the Holy Spirit. അപ്പോസ്തല പ്രവൃത്തികൾ ചിലർ ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായിട്ട് നാം വായിക്കുന്നു. And then it speaks about certain people who were full of the Holy Spirit. എന്നാൽ മറ്റു ചിലര് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു എന്ന് നാം That വായിക്കുന്നു. means they were always like that. എന്നാൽ അവരെപ്പോഴും കാരണം അവരെപ്പോഴും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു. I don't have the time to show you, but even when they wanted to select Acts 6, 7 people to serve food, they said select people who are full of the Holy Spirit. അവരെ എല്ലാ വചനങ്ങളും എടുത്തു വായിക്കുവാൻ നമ്മുടെ മുൻപിൽ സമയമില്ല. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി 6-7 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും അവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ പുരുഷന്മാരെയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. What people, those apostles, or even to distribute food, they said select people who are full of the Holy Spirit. ആഹാരം വിതരണം ചെയ്യുന്നതിനുള്ള ശുശ്രൂഷയ്ക്ക് പോലും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെയാണ് ആദ്യ 1-ാം നൂറ്റാണ്ടിലെ സഭ തിരഞ്ഞെടുത്തത്. They did not give ministries to people who are not continuously full of the Holy Spirit. നിരന്തരമായി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാത്ത ആർക്കും ഒരു ദൈവിക ശുശ്രൂഷയും അവർ കൊടുത്തിരുന്നില്ല. Number 4 നാലാമത്തെ കാര്യം is what my wife just said, take up the cross every day. നാലാമത്തെ കാര്യം, എല്ലാ ദിവസവും കുരിശെടുത്ത് കർത്താവിനെ പിൻപറ്റുക. Jesus said that. അത് യേശു പറഞ്ഞ Without കൽപ്പനയാണ്. that, you cannot follow him. അത് കൂടാതെ യേശുവിനെ പിൻപറ്റുവാൻ നമുക്ക് കഴിയുകയില്ല. And that means in every situation, every day, to die to what I want to do. അത് എല്ലാ സാഹചര്യത്തിലും എല്ലാ ദിവസവും നാം സ്വയത്തിന് മരിക്കണം. അതാണ് നാം ചെയ്യേണ്ടത്. Somebody is getting angry with me and I'm tempted to answer back. ആരിലും ഒരാൾ എന്നോട് കോപിക്കുകയാണ് എന്നാൽ അതിന് അതേ ടോണിൽ തന്നെ മറുപടി പറയുവാനുള്ള ഒരു പരീക്ഷണം എനിക്ക് ഉണ്ടാകും. The Spirit of God says, die. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയും, നീ ആ ചിന്തയ്ക്ക് മരിക്കുക. I have a choice now. ഇപ്പോൾ എനിക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്. Either I kill myself or I kill the voice of the Holy Spirit. ഒന്നുകിൽ ഞാൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ നിരസിക്കണം. Every time you have sinned, you have killed the voice of the Spirit. നിങ്ങൾ ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെയാണ്. Because if you are really born again, നിങ്ങൾ വാസ്തവമായും വീണ്ടും ജനിച്ചവരാണെങ്കിൽ, you are filled with the Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണെങ്കിൽ, every time you are going to sin, the Holy Spirit will warn you. ഓരോ പ്രാവശ്യം നിങ്ങൾ പാപത്തിൽ വീഴുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വാണിംഗ് തരും, മുന്നറിയിപ്പ് തരും. Even on the roads, there'll be a warning. If there's some construction work going on the road, there'll be a warning. The construction. നമ്മൾ സാധാരണ പോകുന്ന വഴിയിലൊക്കെ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ അതിന് മുന്നിൽ നടക്കുന്നെങ്കിൽ അവിടെ ഒരു വാർണിംഗ് സൈൻ നമ്മൾ കാണും. Or danger, there's a curve. അവിടെ മുന്നറിയിപ്പിന്റെ വാക്യങ്ങൾ, അവിടെ ഒരു വളവുണ്ട്, സൂക്ഷിക്കുക എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നു. That's how the Holy Spirit is. പരിശുദ്ധാത്മാവും അങ്ങനെ തന്നെയാണ്. There, I must be willing to die. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മരണത്തിന് ഞാൻ എന്നെ ഏൽപ്പിച്ചു But he കൊടുക്കും. won't force me. എന്നാൽ
ദൈവം നിങ്ങളെ അതിനുവേണ്ടി ഫോഴ്സ് ചെയ്യുകയില്ല. God is not like the Roman soldiers who forced Simon to carry the cross. നിർബന്ധിച്ച് കുരിശെടുപ്പിക്കുന്ന റോമൻ സോൾജേഴ്സ് കുറേനക്കാരനായ ശീമോനെ കൊണ്ട് നിർബന്ധിച്ച് കുരിശെടുപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിച്ച് കുരിശെടുപ്പിക്കുകയില്ല. Tell you take the cross, but he leaves it to you to decide whether you want to take it or not. നിങ്ങളോട് കുരിശെടുക്കാൻ പറയും, എന്നിട്ട് നിങ്ങളുടെ ഹിതത്തിന് വിട്ടുതരും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. When you're tempted to look at something sinful, the Holy Spirit says, don't look there. പാപകരമായ എന്തെങ്കിലും കാഴ്ച നിങ്ങൾ കാണുമ്പോൾ അവിടോട്ട് നോക്കരുതെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും. He said, die. പരിശുദ്ധാത്മാവ് മരിക്കാൻ നിങ്ങളോട് പറയും. I have a choice. ഇവിടെ എനിക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്. I can die and be like a dead man with my eyes. എനിക്ക് മരിച്ചിട്ട് ഒരു മരിച്ച വ്യക്തിയുടെ കണ്ണുപോലെ എനിക്കായിരിക്കാം. The fifth one. അഞ്ചാമത്തെ കാര്യം. This is another thing which many people don't talk about. അനേകർ സംസാരിക്കാത്ത ഒരു കാര്യമാണ് അഞ്ചാമത്തേത്. The body of Christ. കർത്താവിന്റെ ശരീരമാകുന്ന The believers' fellowship. സഹോദരന്മാരുടെ വിശ്വാസികളുടെ കൂട്ടായ്മ. It's very important. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. Doesn't have to be 20, 30. Jesus said, if 2 or 3, I am there. അവരെ 20-30 പേരുള്ള വലിയ സമൂഹം വേണമെന്നില്ല. യേശു പറഞ്ഞത് 2-3 പേരുടെ നാമത്തിൽ കൂടുന്നിടത്ത് ഞാനുണ്ട് എന്ന്. Value fellowship. അങ്ങനെയുള്ള കൂട്ടായ്മയെ നാം വിലമതിക്കുക. The Bible says, as the day is approaching, we must come together more, encourage one another. ദൈവവചനം പറയുന്നത് കർത്താവിന്റെ നാള് അടുക്കുന്നുവെന്ന് അറിയുന്തോറും നാം കൂട്ടായ്മയുടെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കണമെന്നാണ്. So here are the 5 things. ഇതാണ് ഈ 5 കാര്യങ്ങൾ. Blood of Christ, യേശുക്രിസ്തുവിന്റെ രക്തം, Word of God, ദൈവവചനം, Holy Spirit, പരിശുദ്ധാത്മാവ്, the way of the cross, കുരിശിന്റെ വഴി, and fellowship in the body of Christ. കൂട്ടായ്മ, ദൈവസഭയുടെ കൂട്ടായ്മ. You'll have a very victorious Christian life. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന 5 കാര്യങ്ങളാണ്. Another question, can you speak a few words about spiritual authority and its order and importance? മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് ആത്മീയ അധികാരവും അതിന്റെ ഓർഡറും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുക. What is the first sin that spoiled this universe? ഈ അണ്ഡഘടാകത്തെ നശിപ്പിച്ച, നാശത്തിലേക്ക് നയിച്ച ആദ്യത്തെ പാപം ഏതാണ്? It was not Adam's sin. അത് ആദാമിന്റെ പാപമായിരുന്നില്ല. It happened long before Adam. ആദം സൃഷ്ടിക്കപ്പെടുന്നതിന് വളരെ വളരെ മുമ്പ് തന്നെയാണ് അത് സംഭവിച്ചത്. You read about it in Isaiah 14. യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. Ezekiel 28. എസെക്കിയേലിന്റെ 28-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. I'll tell you. ഞാൻ നിങ്ങളോട് പറയട്ടെ what is written there. അവിടെ പറഞ്ഞത് God made all the angels. ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. Millions of them. ലക്ഷക്കണക്കിന് ദൂതന്മാർ. And one was the head of the angels. അവരിൽ ഒരാള് ഈ ദൂതന്മാരുടെ പ്രധാനിയായിരുന്നു, നേതാവായിരുന്നു. Even there was authority. അവിടെയും ഒരു അധികാരം ഉണ്ടായിരുന്നു. You know, you read about Michael and archangel, that is authority. അതെ, പ്രധാന ദൂതനായ മീഖായേലിനെ കുറിച്ചൊക്കെ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രധാന ദൂതൻ എന്നുള്ള ഒരു പൊസിഷൻ, ഒരു സ്ഥാനമുണ്ടായിരുന്നു. Even in heaven, God put certain authorities. സ്വർഗ്ഗത്തിലും ദൈവം ആ വിധത്തിലുള്ള ചില അധികാര സ്ഥാനങ്ങൾ വെച്ചിട്ടുണ്ട്. So we don't know the name of this angel. ഈ ദൂതന്റെ പേര് നമുക്കറിയില്ല. Many people know him as Lucifer. അനേകര് ലൂസിഫർ എന്ന പേരിലാണ് അവനെ അറിയുന്നത്. But the real name is not given anywhere. യഥാർത്ഥ പേര് എങ്ങും കൊടുത്തിട്ടില്ല. Lucifer is just a Latin word for morning star or something like that. അതെ, പ്രഭാത സൂര്യൻ എന്നർത്ഥം വരുന്ന ഒരു ലാറ്റിൻ പേരാണ് ലൂസിഫർ എന്നുള്ളത്. So let's call him Lucifer. അതുകൊണ്ടാണ് നമ്മൾ ലൂസിഫർ എന്ന് വിളിക്കുന്നത്. So he was not happy to be just the head of the angels. അവിടെ ഒരു പ്രധാന ദൂതൻ എന്ന ആ പദവിയിലായിരിക്കുന്നതിൽ അവൻ സന്തുഷ്ടനായിരുന്നില്ല. He said, I want to go. I want to rebel against this God's authority over me. എന്നാൽ എൻ്റെ മേലിലുള്ള ദൈവത്തിന്റെ ആ പദവിക്കും അതിനെക്കാട്ടിൽ ഉയരത്തിൽ പോകണം എന്ന് അവൻ ഹൃദയത്തിൽ തീരുമാനിച്ചു. It says in Ezekiel, it is because he was so proud of his beauty, അവന്റെ സൗന്ദര്യത്തിലേക്കും and his wisdom, അവന്റെ ജ്ഞാനത്തെക്കുറിച്ചും and his position. അവന്റെ പദവിയെക്കുറിച്ചൊക്കെ അവന് ഭയങ്കര അഹങ്കാരമായിരുന്നു. He was proud of his beauty, position and wisdom. അവന്റെ പദവിയെക്കുറിച്ചും അവന്റെ സൗന്ദര്യത്തെക്കുറിച്ചും അവന്റെ ജ്ഞാനത്തെക്കുറിച്ചും അവൻ വളരെ നിഗളഭാവമായിരുന്നു. And he thought, I can rebel against God. അതുകൊണ്ട് അവന് ദൈവത്തിന് എതിരായിട്ട് മത്സരിക്കുവാൻ തീരുമാനിച്ചു. And he gathered some angels also in that rebellion. അതിനെ കൂട്ടിനായിട്ട് അവന് ചില ദൂതന്മാരെ, മാലാഖമാരെ കൂടെ കൂട്ടി. Immediately God cast them out. അപ്പോൾ തന്നെ ദൈവം അവനെ സ്വർഗ്ഗത്തിൽ നിന്ന് വെട്ടി താഴെ. From the third heaven they were cast out into the second heaven. ആ മൂന്നാം സ്വർഗ്ഗത്തിൽ നിന്ന് അവനെ രണ്ടാം സ്വർഗ്ഗത്തിലേക്ക് തള്ളിയിട്ടു. And that's where he is today. ഇന്ന് അവൻ രണ്ടാം സ്വർഗ്ഗത്തിലാണ്. And that's where we read about battling in the heavenly places. അതാണ് സ്വർഗ്ഗങ്ങളിലെ ദുഷ്ടാത്മ സേനകളെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്. That was the first sin. അതാണ് ഒന്നാമത്തെ പാപം. It was a combination of pride and rebellion. അത് മത്സരത്തിന്റെയും നിഗളത്തിന്റെയും ഇട ചേർന്നുള്ള ഒരു പാപമായിരുന്നു. Pride that leads to rebellion.
ഈ നിഗളമാണ് ഈ മത്സരത്തിലേക്ക് നയിക്കുന്നത്. So the first sin was not disobedience or adultery or murder or any such thing. ഒന്നാമത്തെ പാപം അനുസരണക്കേടോ കൊലപാതകമോ വ്യഭിചാരമോ ഒന്നും ആയിരുന്നില്ല. It was rebellion against authority. അത് അധികാരത്തിനെതിരെയുള്ള ഒരു മത്സരമായിരുന്നു. So when Adam and Eve were put in the garden, ആദാമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ the devil came to infect them with the same poison he had. ഈ പിശാച് തന്നിലുള്ള അതേ വിഷം ഇവർക്ക് കുത്തിവെക്കുവാൻ വേണ്ടിയാണ് കടന്നു To വന്നത്. rebel against authority. ദൈവത്തിന്റെ ആ അധികാരത്തിന് എതിരെ മത്സരിക്കുവാൻ തക്കവണ്ണം. Has God told you not to eat of this tree? Defy him and eat it. ദൈവം ഇത് ഭക്ഷിക്കരുത് നിങ്ങളോട് പറഞ്ഞിട്ടോ, അങ്ങനെയെങ്കിൽ അതിനെ എതിർത്തിട്ട് അത് തിന്നുക. So then you see that Adam's sin was not just disobedience, Adam and Eve, it was rebellion against authority. അങ്ങനെയെങ്കിൽ ആദാമിന്റെയും ഹവ്വായുടെയും പാപം അനുസരണക്കേടായിരുന്നില്ല, ദൈവത്തിന്റെ ആ അധികാരത്തിന് എതിരെയുള്ള ഒരു മറുതലിപ്പായിരുന്നു, ഒരു മത്സരമായിരുന്നു നമുക്ക് കാണുവാൻ And it's കഴിയും. a very serious thing to rebel against authority. അധികാരത്തിന് എതിരായിട്ട് മത്സരിക്കുക എന്നുള്ളത് ഒരു വലിയ പാപമാണ്. Even if the authority is imperfect. ഒരു പക്ഷേ ഈ അധികാരസ്ഥാനം അത് ഒരു പക്ഷേ അത് പൂർണ്ണതയുള്ളതല്ല എങ്കിലും, See, nobody is perfect on the earth. ഈ ഭൂമിയിൽ ആരും പൂർണ്ണരല്ല. Yet God says, honor your father and mother and listen to them. എന്നിട്ടും ദൈവം പറയുന്നത് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യുക. Only one commandment he has given children. മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരേ ഒരു കൽപ്പന. What is that? അതെന്താണ്? Submit to authority. നിങ്ങൾ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുക. If you don't teach your children that, you're allowing them to grow with the poison of Satan. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുന്നില്ല എങ്കിൽ പിശാചിന്റെ ആ വിഷവുമായിട്ട് വളർന്നു വരുവാൻ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുവദിക്കുകയാണ്. You see what happened to Noah's son Ham. നോഹയുടെ പുത്രനായ ഹാമിന് എന്താണ് പറ്റിയതെന്ന് നമുക്കറിയാം. Noah was lying drunk and naked in his tent. നോഹ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് നഗ്നനായി തന്റെ കൂടാരത്തിൽ കിടക്കുകയായിരുന്നു. See, drinking those days was not considered such a great sin. അന്ന് കാലത്ത് വീഞ്ഞു കുടിക്കുന്ന ഒരു വലിയ പാപമായിട്ട് കരുതിയിരുന്നില്ല. Okay, he was lying naked, but he was lying not on the street. He was lying inside his tent. അദ്ദേഹം നഗ്നനായി കിടന്നത് വഴിയിലൊന്നുമല്ല, തന്റെ കൂടാരത്തിനടി അകത്താണ്. What is there? Inside his own tent, he was sleeping like അവന്റെ that. സ്വന്തം കൂടാരത്തിനകത്താണ് അവൻ നഗ്നനായി കിടന്നത്. And Ham goes there. തന്റെ മകനായ ഹാം അവിടെ കടന്നു ചെന്നിട്ട്, And he should have either covered him or gone away. ഒന്നിയിൽ അപ്പന്റെ നഗ്നതയെ അവൻ മറച്ചിട്ട് മടങ്ങിപ്പോകണമായിരുന്നു. But he didn't do that. അവൻ അത് ചെയ്യാതെ He went and told his brothers. അവൻ ചെന്ന് തന്റെ മറ്റേ രണ്ട് സഹോദരന്മാരെ പറഞ്ഞു. Do you know how God punished him? എങ്ങനെയാണ് ഹാമിനെ ദൈവം ശിക്ഷിച്ചെന്നറിയാമോ? Through Noah. നോഹയിലൂടെ He said, "You are cursed and your children are cursed." നീ ശപിക്കപ്പെട്ടവനാണ്, നിന്റെ സന്തതി പരമ്പരയും ശപിക്കപ്പെട്ടവരാണ്. Ham's son was Canaan. ഹാമിന്റെ പുത്രനാണ് കേനാൻ. And that's how the Canaanites became അങ്ങനെയാണ് slaves. കനാന്യര് ഉണ്ടായത്. See, I don't understand all that in the Old Testament, but one thing I know, പഴയ നിയമത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുപക്ഷെ പൂർണ്ണമായിട്ട് മനസ്സിലാകുകയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, that rebellion against authority always brings judgment. അതായത് അധികാര സ്ഥാനത്തിനോടുള്ള മത്സരം എപ്പോഴും ഒരു ശിക്ഷാവിധി കൊണ്ടുവരും. That's why God sent his son, Jesus, to submit to authority. അതുകൊണ്ടാണ് ദൈവം തന്റെ പുത്രനെ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടവനായിട്ട് ഈ ലോകത്തിലേക്ക് To അയച്ചു. submit to God as an authority is easy. ദൈവത്തിന് കീഴടങ്ങുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു Because he കാര്യമാണ്. is perfect. കാരണം ദൈവം പൂർണ്ണനാണ്. Even that Lucifer could not do. എന്നിട്ടും പിശാചിനത് കഴിഞ്ഞില്ല. So God said, "I'll show you how my son behaves." അപ്പോൾ പിശാചിനോട് ദൈവം പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം എൻ്റെ പുത്രൻ എങ്ങനെയാണ് അധികാരത്തിന് Jesus came കീഴടങ്ങുന്നത്. to earth. യേശു ലോകത്തിലേക്ക് വന്നു. And for 30 years he had to submit to imperfect people, Joseph and Mary. ഒരു 30 വർഷക്കാലത്തോളം യേശു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ തൻ്റെ അപൂർണരായ മാതാപിതാക്കൾ ജോസഫിനും മേരിക്കും യേശു കീഴടങ്ങിയിരുന്നു. Joseph and Mary were not perfect. യോസേഫും മേരിയും അവര് പൂർണ്ണരായ മനുഷ്യരായിരുന്നു. They were defeated by sin like all human beings. സാധാരണ മനുഷ്യരെ പോലെ അവരും പാപവിഷയങ്ങൾ പരാജയപ്പെട്ടവരൊക്കെ ആയിരുന്നു. I'm sure they quarreled like all husbands and wives. സാധാരണ ഭാര്യ ഭർത്താക്കന്മാര് പോലുള്ള സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ അവരുടെ വീട്ടിലും And ഉണ്ടായിരുന്നിരിക്കാം. here was the perfect Jesus watching all this. എന്നാൽ പൂർണ്ണനായ ഒരു കർത്താവ് ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ആ ഭവനത്തിൽ വളർന്നത്. And not judging them, എന്നിട്ടും അവരെ വിധിച്ചില്ല, obeying them. എന്നിട്ടും അവരെ അനുസരിച്ചു. Amazing picture of submission. അതെ,
കീഴടങ്ങിയിരിക്കുന്നതിന്റെ എത്ര മനോഹരമായ ഒരു ചിത്രമാണ് That നാം is അവിടെ how our salvation came. അങ്ങനെയാണ് നമുക്ക് രക്ഷ ഉണ്ടാകുവാനിടയായത്. Sin came through rebellion മത്സരത്തിലൂടെയാണ് പാപം ലോകത്തിലേക്ക് വന്നത്. of Lucifer and Adam. ലൂസിഫറിന്റെയും ആദത്തിന്റെയും മത്സരത്തിലൂടെയാണ് പാപം ലോകത്തിലേക്ക് വന്നത്. Salvation came through the submission of Jesus. എന്നാൽ യേശുവിലൂടെ രക്ഷ ലോകത്തിലേക്ക് വന്നത് യേശുവിന്റെ ഈ സമർപ്പിച്ച And കീഴടങ്ങിയിരിക്കുന്നതിലൂടെയാണ്. at the end of 30 years, 30 വർഷത്തിന്റെ അവസാനത്തിൽ the Father says at the baptism, പിതാവ് യേശുവിന്റെ സ്നാന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, I'm well pleased with my son. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. Had he done a miracle? ദൈവം അതിനു മുമ്പ് യേശു ഒരു അത്ഭുതങ്ങളും ചെയ്തിരുന്നില്ല. ഇല്ല. Had he preached a sermon? ഒരു പ്രസംഗവും പ്രസംഗിച്ചില്ല. ഇല്ല. Never healed a sick person. ഒരു രോഗികളെയും സൗഖ്യമാക്കിയിരുന്നില്ല. Almost never went out of Nazareth. നസറേത്ത് എന്ന ഗ്രാമം വിട്ട് യേശു എങ്ങും പോയിട്ടുമില്ല. What was the Father so pleased with for 30 years? പിന്നെ എന്തിലാണ് ഈ 30 വർഷത്തെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചത്? Submission. തന്റെ മാതാപിതാക്കൾക്ക് Submission to imperfect authority. അപൂർണരായ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ അധികാരസ്ഥർക്കും കീഴടങ്ങി. God has ordained that submission should be in this world. ആ വിധത്തിൽ ഉള്ള ഒരു കീഴടങ്ങിയിരിക്കൽ ഈ ലോകത്തിലും വേണം എന്ന് That's why we must teach our children to submit to us imperfect parents. അതെ, അതുകൊണ്ട് നമ്മൾ അപൂർണരായ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുവാൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തണം. God asks a wife to submit to an imperfect husband. ഒരു അപൂർണനായ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുവാൻ ഭാര്യയോട് ദൈവം ആവശ്യപ്പെടുന്നു. In your office, God asks you to submit to an imperfect boss. നിങ്ങളുടെ ഓഫീസുകളിൽ നിങ്ങളുടെ അപൂർണനായ ഒരു മേലധികാരികൾക്ക് കീഴടങ്ങിയിരിക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. Do any of you have a perfect boss? നിങ്ങൾ ആർക്കെങ്കിലും വളരെ പൂർണ്ണനും നല്ലവനുമായ ഒരു ബോസ് ഉണ്ടോ? No. മേലധികാരി ഉണ്ടോ? We are all, submission is to imperfect people. നമ്മളെല്ലാം കീഴടങ്ങിയിരിക്കുന്നത് അപൂർണരായ മനുഷ്യർക്കാണ്. We submit to the police authorities in the traffic in the road. റോഡിലുള്ള ട്രാഫിക് പോലീസിന്റെ അവരുടെ അധികാരത്തിന് നാം കീഴ്പ്പെട്ടിരിക്കുന്നു. If they flash a light, we pull up on the side and wait. അവരുടെ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നമ്മൾ കാണിച്ചാൽ നമ്മൾ സൈഡിൽ വണ്ടി നിർത്തി We obey. We don't question whether that man is living a good life or not. It is an authority, we have to submit. ആ മനുഷ്യന്റെ ജീവിതം ശരിയാണോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ചോദിക്കാറില്ല. അദ്ദേഹത്തെ ഒരു അധികാര സ്ഥാനത്താക്കി വെച്ചിരിക്കുകയാണ്, നാം അതിനെ അനുസരിക്കുന്നു. The only place where I find people have a tremendous difficult to submit is in the church. എന്നാൽ കീഴടങ്ങിയിരിക്കുന്നതിന് ഏറ്റവും പ്രയാസമായിട്ട് കാണുന്നത് സഭയിൽ മാത്രമാണ്. People who want their children to obey them 100% will not submit to authority in the church. തന്റെ കുഞ്ഞുങ്ങൾ പൂർണ്ണമായും നിങ്ങളെ അനുസരിക്കണമെന്ന് പറയുന്ന മാതാപിതാക്കൾ പോലും സഭയിലാക്കി വെച്ചിരിക്കുന്ന അധികാരസ്ഥർക്ക് കീഴടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. People who will joyfully submit to a bad boss to keep their job will not submit to in the church. അതെ, വളരെ മൂർഖ സ്വഭാവമുള്ള ഒരു യജമാനന്മാർക്ക് ഓഫീസിൽ കീഴടങ്ങിയിരിക്കുന്നവരും സഭയിലെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കുവാൻ മനസ്സില്ല. Because if you don't submit to the boss, you lose your job. കാര്യം നിങ്ങളുടെ ഓഫീസിലെ യജമാനന് കീഴടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടമാകും. If you argue with the traffic police, you may go to jail. നിങ്ങളുടെ ട്രാഫിക് പോലീസുമായിട്ട് നിങ്ങൾ വാദപ്രതിവാദത്തിന് നിന്നാൽ ഒരുപക്ഷെ അവർ നിങ്ങളെ പിടിച്ച് ജയിലിലിടും. But if you don't submit to authority in the church, they forgive you. That's why. ചർച്ചിൽ നിങ്ങൾ കീഴടങ്ങിയിരുന്നില്ലെങ്കിൽ അവർ നിങ്ങളോട് ക്ഷമിക്കും. So we take advantage. അതുകൊണ്ട് നിങ്ങൾ അത് മുതലെടുക്കുകയാണ്. But we are ruining ourselves. പക്ഷേ നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്. Now let me read Hebrews 13:17. ഞാൻ ഇനി നിങ്ങൾക്ക് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. Obey your leaders and submit to them, because they keep watch over your souls as those who will give an account. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. So I asked somebody, who's your leader? ഞാൻ ഒരാളോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ ലീഡർ ആരാണ്? He said, Jesus Christ. അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തുവാണ്. I obey him. ഞാൻ യേശുവിനെ അനുസരിക്കുന്നു. But I said, here it says obey your leaders. Who's the other one? ഇവിടെ നിങ്ങളുടെ നേതാക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളെ നടത്തുന്നവരെ, അപ്പോൾ ഇവിടെ ഒരാളല്ല, യേശുക്രിസ്തു മാത്രമല്ല, പലരുണ്ട്. അതാരാണെന്ന് ചോദിച്ചു. He has appointed elders in the church. അതെ, സഭയിലെ ദൈവം നിങ്ങളുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന മൂപ്പന്മാരാണ്. You know, we read in one of the parables that Jesus told a story of a man who gave out his land on rent to some workers to work on the fields. അതെ, ഒരു മനുഷ്യൻ
തന്റെ നിലം പാട്ടത്തിന് കൊടുത്ത് കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പോയ ആ ഉപമ നാം വായിക്കുന്നു. And it says he sent his servants to collect the rent. എന്നാൽ ഈ പാട്ടത്തിന്റെ അത് ഓഹരി വാങ്ങിക്കേണ്ടതിന് ആദ്യം തന്റെ വേലക്കാരെയാണ് He didn't go himself. ആ യജമാനൻ അയക്കുന്നത്. He didn't go himself. ആ യജമാനൻ നേരിട്ട് പോയില്ല. And they treated the servants badly. എന്നാൽ ആ യജമാനന്മാരോട് വളരെ മോശമായിട്ട് അവർ പെരുമാറി. And he came and punished them. എന്നിട്ട് അവസാനമായിട്ട് യജമാനൻ വന്ന് അവരെ ശിക്ഷിക്കുന്നത് നാം കാണും. Do you know God does not come himself to collect the rent? ഈ റെന്റ് കളക്ട് ചെയ്യുവാനായിട്ട് ദൈവം നേരിട്ടല്ല വരുന്നത്. He sends his servants. ദൈവം തന്റെ ദാസന്മാരെയാണ് The അയക്കുന്നത്. way you treat them, that's the way you treat God. അവരോട് നിങ്ങൾ ഇടപെടുന്നത് നിങ്ങൾ ദൈവത്തോട് ഇടപെടുന്നതിന് So തുല്യമാണ്. it says here, they have to give an account for you in the final day. അവസാനത്തെ ദിവസം നിങ്ങളുടെ ആത്മാക്കൾക്ക് അവരെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. But if you don't belong to any church, then of course you live without any authority. You're going to have a great loss in the day of judgment. എന്നാൽ നിങ്ങൾ ഒരു സഭയിലും ആർക്കും കീഴടങ്ങാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവസാന ന്യായവിധി ദിവസത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു നഷ്ടമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. There are some people like butterflies who go from one church to another church to another church to another church. ചിത്രശലഭങ്ങളെപ്പോലെ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് പറന്നു നടക്കുന്ന അനേകരുണ്ട്. They only go to collect the honey. അവര് പൂവിൽ നിന്ന് മധു ശേഖരിക്കുന്നത് പോലെ അവര് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മധു ശേഖരിക്കും. So we must not be just sermon tasters who go from one church to another. നാം അങ്ങനെ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് പോയി ഈ ദൈവവചന ഘോഷണം ആസ്വദിക്കുന്നവരായി തീരരുത്. We must belong in a church like a family. എന്ന ഒരു കുടുംബം എന്ന പോലെ ഏതെങ്കിലും ഒരു സഭയിൽ നാം അതിന്റെ അംഗങ്ങളായി നിൽക്കണം. You look around in the town in which you live and find the best church you can find closest to the word of God. നിങ്ങൾ ആയിരിക്കുന്ന സഭയിൽ നിങ്ങൾ ചുറ്റും നോക്കുക, നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ദൈവവചനം ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന ഏതൊരു കൂട്ടായ്മയുണ്ട്, ആ കൂട്ടായ്മയിൽ അംഗമായി no perfect church. ലോകത്തിൽ എങ്ങും പൂർണ്ണതയുള്ള ഒരു സഭ ഒരുപക്ഷെ കാണുവാൻ കഴിയുകയില്ല. You'll never find it. നമ്മളെ എങ്ങും കാണുകയില്ല. Some people go around looking for the perfect church. പലരും ഏറ്റവും നന്നായിട്ടുള്ള പൂർണ്ണതയുള്ള ഒരു സഭ അന്വേഷിച്ചു പോകുന്നവരാണ്. That is like looking for the perfect partner in marriage. There's no such person. അത് ജീവിതത്തിലെ ഏറ്റവും യോഗ്യവും പൂർണ്ണയായ ഒരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു പോകുന്നത് പോലെയാണ്. There was a young man who went to a godly man and said, I want to find a perfect church. ഒരു ദൈവമനുഷ്യന്റെ അടുത്ത് ഒരാൾ ചെന്ന്, ഒരു യൗവനക്കാരൻ ചെന്നിട്ട് എനിക്ക് ഒരു നല്ല പൂർണ്ണതയുള്ള ഒരു സഭ കണ്ടെത്തണമെന്ന് പറഞ്ഞു. So that godly man said, I've never found a perfect church on the earth. ആ ദൈവമനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ലോകത്തിൽ ഇതുവരെ അങ്ങനെ പൂർണ്ണതയുള്ള ഒരു സഭയും ഞാൻ കണ്ടിട്ടില്ല. But if you find it, എന്നാൽ നീ അങ്ങനെ ഒരെണ്ണം കണ്ടെത്തുകയാണെങ്കിൽ don't join it, because as soon as you join it, it'll become imperfect. അത് കണ്ടെത്തിയാൽ തന്നെ നീ അവിടെ ചേരരുത്. കാര്യം നീ അതിൽ ചേരുമ്പോൾ അത് പൂർണ്ണതയുള്ളതാണെങ്കിലും അത് അപൂർണ്ണത ആയിത്തീരും, അപൂർണ്ണമായി തീരും. Because you got such a critical attitude, definitely you will make any church ഈ വിമർശന imperfect. ബുദ്ധിയുള്ള നീ ഈ മനോഭാവത്തോടുകൂടി അവിടെ ചെന്ന് ചേർന്നാൽ അവര് അപൂർണരായി തീരും. A lot of imperfect people are looking for a perfect church. അപൂർണരായ അനേകരാണ് ഈ വിധത്തിൽ പൂർണ്ണതയുള്ള ഒരു സഭ അന്വേഷിച്ച് നടക്കുന്നത്. Imperfect girls are looking for the perfect boy to marry. അതെ, അപൂർണതയുള്ള പെൺകുട്ടികളാണ് ഏറ്റവും പൂർണ്ണതയുള്ള ഉത്തമനായ ഒരു ഭർത്താവിനെ And അന്വേഷിച്ച് നടക്കുന്നത്. imperfect boys are looking for the perfect girl. അതെ, അപൂർണരായ സഹോദരന്മാരാണ് പൂർണ്ണതയുള്ള ഉത്തമയായ ഒരു ഭാര്യയെ അന്വേഷിച്ച് We നടക്കുന്നത്. must be willing to submit to imperfect authority. നിങ്ങൾ അപൂർണരായ അധികാരസ്ഥാനങ്ങളുള്ളവർക്ക് കീഴടങ്ങിയിരിക്കുവാൻ പഠിക്കണം. I'm not saying if they ask you to disobey God. ഞാനിതല്ല പറയുന്നത് ആരെങ്കിലും നിങ്ങളോട് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുവാൻ പറയുന്നതല്ല. If your Hindu father tells you to bow to an idol, you say, no, God is above you and I won't bow to an idol. നിങ്ങളുടെ ഹിന്ദു ആയിരിക്കുന്ന പിതാവ് നിങ്ങളോട് പറയുകയാണ് ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് മുമ്പിൽ തല കുനിക്കണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. Because God is above your father. കാര്യം ആ ദൈവം നിങ്ങളുടെ പിതാവിനെക്കാട്ടിലും ഉയർന്നതാണ്. You have to listen to that authority. നിങ്ങൾ അങ്ങനെയുള്ളപ്പോൾ ആ അതോറിറ്റിക്കാണ് If your കേൾക്കുന്നത്. husband tells you to do something wrong, you don't do it. നിങ്ങളുടെ ഭർത്താവ് തെറ്റായ എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ ഭാര്യമാരോട് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. Above everyone is God. എല്ലാവരുടെയും മുകളിൽ ദൈവമാണ്. Okay, another question. Explain about the second coming of Christ and the secret coming of Christ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും കർത്താവിന്റെ രഹസ്യ വരവിനെ കുറിച്ചും ഒന്ന് പറയാമോ? I've studied the Bible 54 years and there's not a single verse that says there's a secret coming of Christ. ഞാൻ കഴിഞ്ഞ 54 വർഷമായിട്ട് വേദപുസ്തകം വായിച്ചിട്ട് ഇതുവരെയും കർത്താവിന്റെ രഹസ്യ വരവിനെ കുറിച്ച് ഞാൻ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല.
There is going to be a period of tribulation before the coming of Christ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഒരു പീഡനകാലം, ഒരു കഷ്ടകാലം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. The Bible says that. വേദപുസ്തകം അത് പറയുന്നു. See, it says here in 1 Thessalonians 4 about the coming of the Lord. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുന്നു. Notice a few things here. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാം. 1 Thessalonians 4:16 and 17. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം. What all does it say here? ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ്? Verse 16, the voice of the angel, കർത്താവ് താൻ ഗംഭീരനാദത്തോടും voice of the archangel, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും trumpet of God. ദൈവത്തിന്റെ കാഹളത്തോടും. Verse 17, the Lord will come in the clouds, മേഘങ്ങളിൽ കർത്താവ് വരും, and we will meet him in the air. കർത്താവിനെ എതിരേൽക്കുവാൻ നാം മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. That is what is described as the coming of the Lord. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഈ ഭാഗമാണ് വേദപുസ്തകത്തിൽ Now, രേഖപ്പെടുത്തിയത്. these same four things which I just read to you ഞാനിപ്പോ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച ഈ 4 കാര്യങ്ങളും is what Jesus said also in Matthew 24. മത്തായി 24-ൽ കർത്താവും അത് തന്നെയാണ് പറഞ്ഞത്. Matthew 24:30. മത്തായി 24-ന്റെ 30. Yeah, 30. 30. Last part, the Son of Man will come in the clouds. 30, the Son of Man will come in the clouds. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ. There. Secondly, it speaks about the angels coming in verse 31. അതിന്റെ 31-ാം വാക്യത്തിൽ ദൂതന്മാരുടെ കാഹളത്തോടു കൂടെ വരും. And a trumpet. ദൈവത്തിന്റെ കാഹളം. And the elect gathered up. അതുകൊണ്ട് വൃതന്മാർ ആകാശത്തിന്റെ അറുതി മുതൽ. Same four things you read in 1 Thessalonians 4 are here also. 1 തെസ്സലോനിക്കർ 4-ൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് മത്തായി 24-ന്റെ 30-ലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത്. This is what's called the rapture of the church. ഇതാണ് സഭയുടെ ഉൽപ്രാപണം എന്ന് പറയുന്നത്. But when does this happen? ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? Verse 29. അതിന്റെ 29-ാം വാക്യം. Immediately after the tribulation this will happen. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെയാണ് അത് സംഭവിക്കുന്നത്. That's why I believe that, because Jesus said that. അത് യേശു പറഞ്ഞത് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നു. We don't know the exact day or the hour. അതിന്റെ യഥാർത്ഥ മണിക്കൂറും അതിന്റെ തീയതിയും എന്താണെന്നുള്ളത് നമുക്കറിയില്ല. But we know it is near. എന്നാൽ അത് വളരെ അടുത്തിരിക്കുന്നു എന്ന് നമുക്കറിയാം. Another question is about the gift of tongues. Please explain. അടുത്ത ചോദ്യം ഈ ഗിഫ്റ്റ് അന്യഭാഷ വരത്തെക്കുറിച്ചാണ്. It is one of the gifts God has given through the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ ദൈവം തന്നിരിക്കുന്ന ഒരു വരമാണ് അന്യഭാഷാ വരം. Paul told the Corinthians, I wish you all spoke in tongues. കൊരിന്ത്യരോട് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. That means they did not all speak in tongues. That is a അതിന്റെ clear അർത്ഥം proof. അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചിരുന്നില്ല എന്നാണ്. But it did not mean that everybody should. എന്നാൽ അതിന്റെ അർത്ഥം അവരെല്ലാവരും അങ്ങനെ അന്യഭാഷയിൽ സംസാരിക്കണമെന്നുമല്ല. That is 1 Corinthians chapter 14. അത് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ നാം വായിക്കും. But 1 Corinthians 7, എന്നാൽ 1 കൊരിന്ത്യർ 7-ൽ Paul said, I wish all of you were single and not married. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ആരും എന്നെ പോലെ വിവാഹിതരാകാതെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. But the people who say that everybody should speak in tongues never say that everybody should be single. Paul said that. അതെ, എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് പറയുന്നവര് പൗലോസ് പഠിപ്പിച്ച ഈ കാര്യവും എന്നെ പോലെ നിങ്ങൾ എല്ലാവരും അവിവാഹിതരായിരിക്കണമെന്ന് കൂടി പറയുന്നില്ല. What Paul meant was, to serve the Lord, it's much better to be single. പൗലോസ് അവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, കർത്താവിനെ സേവിക്കുന്നതിൽ അതേ അവിവാഹിതനായിരിക്കുന്ന കുറച്ചുകൂടെ നല്ലതാണ്. But he says everybody has got their own gift. എന്നാൽ ഓരോരുത്തർക്കും അവരുടെ വരമുണ്ട്, വരം ലഭിച്ചതുപോലെ ചെയ്യട്ടെ. In the same way, he's found tongues was a blessing to him. He wished people had it, but he realized God doesn't give it to everybody. ഈ അന്യഭാഷ എന്നുള്ളത് ഒരു അനുഗ്രഹമായിട്ട് അനേകർക്കും ആയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അത് ലഭിച്ചെങ്കിൽ നന്നായിരുന്നു എന്ന് പൗലോസ് പറയുന്നു. So, but he also says in chapter 14, not everybody speaks in tongues. 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നില്ല. Chapter 12. അതിന്റെ 12-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്, എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നില്ല. What is the gift of tongues? It says it's speaking in a language to God nobody can understand. അതെ, മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുക എന്നാണ് അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. And I'll tell you from my own experience. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ, see, all of us, sometimes our heart is so full of thanksgiving or sorrow. പലപ്പോഴും നമ്മുടെ ഹൃദയം നന്ദി കൊണ്ടോ അല്ലെങ്കിൽ നിരാശ കൊണ്ടോ ഒക്കെ പലപ്പോഴും നിറഞ്ഞിരിക്കുന്ന അനുഭവം circumstances. പല സാഹചര്യത്തിന്റെ അനുസരിച്ചാണ്. Something good happens and we're so
full of joy. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയൊക്കെ സംഭവിക്കുമ്പോൾ നാം വളരെ സന്തോഷവും നന്ദി നിറഞ്ഞവരായി ആയിരിക്കും. Some difficult thing happens, there's sorrow. ചില അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം നിരാശ ഉണ്ടാകാറുണ്ട്. We want to go to God and share it with Him. നമ്മൾ ആ സമയങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് ചെന്ന് ദൈവവുമായിട്ട് അത് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. So our heart is full. നമ്മുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുകയാണ്. Joy or sorrow, whatever it is. ഒന്നിലെ സന്തോഷം അല്ലെങ്കിൽ നിരാശ. But before we can speak it to God, it has to come through my mind through a very narrow pipe called our language. ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഭാഷയാകുന്ന ആ ഒരു ചെറിയ പൈപ്പിൽ കൂടി ഇത് വെളിയിലോട്ട് വരണം. In my case, English. എനിക്കാണെങ്കിൽ അത് ഇംഗ്ലീഷ് എന്ന ഭാഷയിലൂടെയാണ് വരുന്നത്. So I talk to God in English. That's the only language I feel free to speak. എനിക്ക് ദൈവത്തോട് സംസാരിക്കാൻ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള എനിക്കറിയാവുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. But if I want to praise God, എന്നാൽ എനിക്ക് ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ what can I say? ഞാൻ എന്തുവാണ് പറയേണ്ടത്? Lord, I praise you. കർത്താവേ, ഞാൻ നിന്നെ I സ്തുതിക്കുന്നു. thank you. ഞാൻ നിനക്ക് നന്ദി പറയുന്നു. I worship you. ഞാൻ നിന്നെ ആരാധിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Then I'm stuck. അവിടെ കൊണ്ട് തീർന്നു. Then I can repeat the same thing. അത് തന്നെ ഞാൻ പിന്നെയും പറയുന്നു. And repeat the same thing like in our song. പിന്നെയും അത് തന്നെ ആവർത്തിച്ച് പറയുന്നു. Malayalam Tamil songs, we repeat the same thing. It's okay. ഓക്കെ, അത് ഈ പാട്ട് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ തന്നെ. But in tongues, you go without the language, you go straight from the heart to the mouth. എന്നാൽ ഈ അന്യഭാഷയിൽ നാം സംസാരിക്കുമ്പോൾ ഈ ഭാഷയുടെ ഒന്നും പരിമിതി ഇല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ വായിലേക്ക് വരികയാണ്. You try this in any language. ഏത് ഭാഷയിലും നിങ്ങൾ അത് ശ്രമിച്ചു നോക്കൂ. Try to praise God for 1 minute. ഒരു മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ നോക്കുക. Without repeating yourself. അതായത് ആവർത്തിച്ച് പറയാതെ. If you say hallelujah, don't say it again. ഹല്ലേലൂയ പറഞ്ഞാൽ അത് പിന്നെ അത് തന്നെ പറയരുത്. If I say I praise you, don't repeat that. നിങ്ങൾ കർത്താവേ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുന്നത് പിന്നെ അത് പിന്നെ ആവർത്തിച്ച് പറയരുത്. I worship you. ഞാൻ നിന്നെ ആരാധിക്കുന്നു. Don't repeat that. അത് പിന്നെ പറയരുത്. I tell you, in 30 seconds you will not know what to say next. 30 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. That is the limitation of the human language. അതാണ് ഈ മനുഷ്യന്റെ ഭാഷയ്ക്കുള്ള പരിമിതി. So God gives us the opportunity to praise Him straight without that. ഈ ഭാഷയുടെ പരിമിതി ഇല്ലാതെ ദൈവത്തെ സ്തുതിക്കുവാൻ ആണ് ദൈവം നമുക്ക് ഈ അന്യഭാഷ തന്നിരിക്കുന്നത്. Now if you don't have a great desire to praise God, why should He give you that language? നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ അങ്ങനെ അധികമായ ഒരു ആഗ്രഹമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഈ അന്യഭാഷ നിങ്ങൾക്ക് തരേണ്ടത്? If you're happy with just these 3-4 words and repeating it, God says you don't need that. 3-4 വാക്ക് ദൈവത്തോട് പറയുവാൻ നിങ്ങൾക്ക് അതിൽ സന്തോഷമുള്ളവരാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു അന്യഭാഷ നിങ്ങൾക്ക്? It says in that the early disciples, Luke 24, were continually praising God, and that's when they started speaking in another language. ലൂക്കോസ് 24 അധ്യായത്തിൽ നാം കാണുന്നവർ നിരന്തരമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവർ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയത്. So it is a gift. അത് ഒരു വരമാണ്. I found it has helped me a lot. അത് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. Particularly to overcome discouragement. ജീവിതത്തിൽ നിരാശയും നിരുത്സാഹവും ഒക്കെ വരുമ്പോൾ അതിനെയൊക്കെ ജയിക്കുവാൻ തക്കവണ്ണം ഈ വിധത്തിലുള്ള അന്യഭാഷയിലുള്ള സ്തുതിപ്പും. Tempted to be discouraged. പലപ്പോഴും നിരാശപ്പെടുവാനുള്ള പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ I just keep on praying in tongues till the discouragement goes. ഞാൻ ഈ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ നിരാശ മാറിപ്പോകാറുണ്ട്. When I'm confronted with a demon possessed person, ഒരു പിശാച് ബാധിച്ച ആളെ നേരിടുമ്പോൾ I pray in tongues, I can have faith to cast out that demon. ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ആ പിശാചിനെ പുറത്താക്കുവാനുള്ള ഒരു ശക്തി എനിക്ക് ലഭിക്കുന്നു. So it has a value. അതിന്റെ വിലയുണ്ട്. Why God doesn't give it to everybody? അതെന്തുകൊണ്ടാണ് ദൈവം എല്ലാവർക്കും കൊടുക്കാത്തത്? I don't know. എനിക്കറിയില്ല. There must be some very good reason. ദൈവത്തിന് തീർച്ചയായും എന്തെങ്കിലും നല്ല ഉദ്ദേശമുണ്ടായിരിക്കും. Nowhere does it say you must seek for tongues. It says you must seek to prophesy. എങ്ങും നിങ്ങൾ അന്യഭാഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണമെന്ന് എഴുതിയിട്ടില്ല. എന്നാൽ നിങ്ങൾ പ്രവചനപരം വാഞ്ചിപ്പീൻ എന്ന് എഴുതിയിട്ടുണ്ട്. I never speak in tongues in a meeting. സാധാരണ മീറ്റിങ്ങുകളിൽ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കാറില്ല. Paul says in the church, I would rather speak 5 words in a known language than 10,000 words in an unknown tongue. അതെ, പൗലോസ് പറയുന്നു, ഞാൻ സഭയിൽ 5 വാക്ക് ഞാൻ ബുദ്ധിയിൽ സംസാരിക്കുന്നതാണ് 10,000 വാക്ക് അറിയാത്ത ഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ നല്ലതെന്ന്. So Paul is not like all these Pentecostals who keep on praying in tongues in the meeting. പൗലോസ് ഈ അന്യഭാഷയിൽ സംസാരിക്കുന്ന മറ്റു പെന്തക്കോസ്തുകാരെ പോലെ അല്ല. He said if everybody speaks in a tongue, people will come and say you're mad. എല്ലാവരും ഈ അന്യഭാഷയിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാൽ സഭയിലേക്ക് കടന്നു വരുന്നവര് നിങ്ങൾ ഭ്രാന്ത് പിടിച്ചവരാണ് എന്ന് പറയും. That's what it says in
1 Corinthians 14:23. 1 കൊരിന്ത്യർ 14:23 അതാണ് നാം So വായിക്കുന്നത്. Paul said, in a church I will speak in a known language. അതുകൊണ്ടാണ് ഞാൻ സഭയിൽ അറിയപ്പെടുന്ന ഒരു ഭാഷയിൽ സംസാരിക്കണമെന്ന് 5 പറയുന്നത്. words in a known language, he says in verse 19, is better than 10,000 words in an unknown tongue. അറിയാവുന്ന ഭാഷയിൽ 5 വാക്ക് പറയുന്നത് അറിയാൻ വയ്യാത്ത ഭാഷയിൽ 10,000 വാക്ക് പറയുന്നതിനേക്കാൾ നല്ലതാണ്. So that means 5 words in a known language is 2,000 times better than speaking in tongues. അതെ, അറിയാവുന്ന ഭാഷയിൽ 5 വാക്ക് പറയുന്നത് 2,000% Than speaking in tongues. അന്യഭാഷയിൽ പറയുന്നതിനെക്കാട്ടിൽ നല്ലതാണ്. A lot of people speak in tongues in public just to impress people. I can speak in tongues. പബ്ലിക് മീറ്റിംഗിൽ പലപ്പോഴും എനിക്ക് അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുമുള്ളത് മറ്റുള്ളവർ കാണേണ്ടതിന് സംസാരിക്കുന്നവരുണ്ട്. Are you trying to show off to people or are you praying to God? നിങ്ങൾ ദൈവത്തോടാണോ പ്രാർത്ഥിക്കുന്നതോ മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയാണ്? I find a great lack of the fear of God. That is why people do all these things. ദൈവഭയത്തിന്റെ കുറവ് പലയിടങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള How കാര്യങ്ങൾ. to find God's will in my life? ദൈവത്തിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? There's a little book of mine in English and Malayalam called Finding God's Will. ദൈവത്തിന്റെ ഹിതം കണ്ടെത്തുക എന്നുള്ള തലക്കെട്ടിൽ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. You can read it, you'll know more. അത് നിങ്ങൾ വായിച്ചാൽ ഈ വിഷയത്തെക്കുറിച്ച് First of all, you നല്ലൊരു ബോധ്യം must ലഭിക്കും. surrender everything in your life to God. ഒന്നാമത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി നിങ്ങൾ ദൈവത്തിന് And സമർപ്പിക്കണം. say, Lord, I'm willing to choose whatever your will is. There must be a submission. കർത്താവേ, നിന്റെ ഹിതം എന്തു തന്നെയാണോ അത് തിരഞ്ഞെടുക്കുവാനും അതിനെ സമർപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. If you already have your mind made up, then you won't find God's will. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ പൂർണ്ണമായിട്ടും തീരുമാനം ഉറച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ You already decided to do something, then നിങ്ങൾ സ്വയമായിട്ട് തീരുമാനിച്ച് ഉറച്ച ഒരു കാര്യത്തിന്റെ പുറത്ത് പിന്നെ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. so we know first of all God's word from the Bible. ദൈവത്തിന്റെ ഹിതം വിശുദ്ധ ദൈവവചനത്തിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. If you don't read the Bible, it's no use saying how to find God's will. ദൈവവചനം നമ്മൾ വായിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ ഹിതം അറിയണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. But when you read God's will, don't try to put your will into that. നാം ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഹിതം അതിനകത്ത് നമ്മളെ കൂട്ടിക്കലർത്തുവാൻ That ശ്രമിക്കരുത്. is a great danger. അതൊരു വലിയ അപകടമാണ്. I'll tell you a story. ഒരു കഥ പറയാം. Here is a boy who is madly in love with a girl called Grace. ഇവിടെ ഒരു യുവാവുണ്ട്. അവന് ഗ്രേസ് എന്ന് പറയുന്ന ഒരു സഹോദരിയുമായിട്ട് വളരെ ആഴത്തിൽ പ്രേമബന്ധത്തിലാണ്. He reads one day in the Bible, my grace is sufficient for you. അവന് ഒരു ദിവസം വേദപുസ്തകം എടുത്ത് നോക്കിയപ്പം എൻ്റെ കൃപ കൃപ എന്ന് വെച്ചോ, സോറി ഗ്രേസ് അല്ല, കൃപ എന്നുള്ള പെൺകുട്ടിയുടെ പേരാണ് കൃപ. അപ്പം ഒരു ദിവസം വേദപുസ്തകം എടുത്ത് വായിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ള വാക്യം കണ്ടു. I have found God's will. ദൈവത്തിന്റെ ഇഷ്ടം എനിക്ക് കിട്ടി It's what he wants himself. അവൻ ആഗ്രഹിച്ച അത് തന്നെയാണ്. And he finds it in scripture. You'll find yourself whatever you want. അതിനൊരു കൺഫർമേഷൻ കിട്ടിയെന്ന് പുള്ളി പറയും. Okay, another example. വേറൊരു എക്സാമ്പിൾ. Here is another boy. ഇവിടെ മറ്റൊരു യുവാവ്. His father is arranging a marriage for him to a girl called Grace. എന്നാൽ തന്റെ പിതാവ് ഈ കൃപ എന്ന് പേരുള്ള മറ്റൊരു പെൺകുട്ടിയുമായിട്ട് തനിക്കൊരു വിവാഹം ഉറപ്പിച്ചു He വെച്ചിരിക്കുന്നു. doesn't like her face and he doesn't want her. ആ കുട്ടിയുടെ ഫേസ് ഒക്കെ കണ്ടിട്ട് പുള്ളിക്ക് അത്ര തൃപ്തിയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് വേണമെന്ന് ആഗ്രഹമില്ല. He reads the Bible. അദ്ദേഹം ഈ ബൈബിൾ വായിക്കുന്നു. My grace is sufficient for you. എന്റെ കൃപ നിനക്ക് മതി So he tells his father, അപ്പോൾ ചെന്ന പിതാവിനോട് പറയുകയാണ്, I've got the word of God. എനിക്ക് ദൈവവചനത്തിന് കൺഫർമേഷൻ കിട്ടി. God's grace is enough for me. I don't want this grace. എനിക്ക് ദൈവത്തിന്റെ കൃപ മതി, ഈ കൃപയെ വേണ്ട. See, both got the same verse, two different things, because രണ്ടുപേർക്കും ഒരേ വചനമാണ് ലഭിച്ചത്. എന്നാൽ രണ്ടുപേരും an example how you can put your choice into what you read in the word of God. Be careful. നിങ്ങളുടെ ഹിതം ദൈവവചനത്തിൽ ഇട്ട് അങ്ങനെ ചിന്തിക്കുവാനുള്ള സാധ്യതയുണ്ട്, അപകടമുണ്ട്. So start with God's word and see the principles of God's word. Don't look for verses like this. ഒരു വാക്യത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ അതിനകത്തുള്ള ദൈവത്തിന്റെ ആശയം എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. The second thing is we must consult with godly older people and ask their opinion. രണ്ടാമത്തെ കാര്യം, ദൈവഭക്തിയുള്ള മുതിർന്ന ദൈവദാസന്മാരുമായിട്ട് നാം അവരുടെ ആലോചന You don't have to do what they say, but at least they will warn you about certain dangers or സാധ്യകരമായ ചില അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യുവാൻ അവർക്ക് കഴിയും. Don't be too proud to ask for advice. മറ്റുള്ളവരുടെ ഉപദേശം ചോദിക്കുന്നതിന് നാം നിങ്ങളഭാവമുള്ളവരായിരിക്കേണ്ട ആവശ്യമില്ല. When you're considering somebody for marriage, ask elders or godly people what they think about that person. പ്രത്യേകിച്ച് വിവാഹാലോചനയ്ക്കായിട്ടൊക്കെ മുതിരുമ്പോൾ അറിയാവുന്ന മുതിർന്ന ദൈവദാസന്മാരോട് അവരുടെ അഭിപ്രായം ചോദിക്കുന്നത്. Thirdly,
see what circumstances are saying. മൂന്നാമത് സാഹചര്യങ്ങൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. Supposing you want to go somewhere and you don't have the money, you don't get the visa, that means it is not God's will. Simple. ഒരുപക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നു, അതിന് നിങ്ങൾക്ക് വിസ ലഭിച്ചില്ല, അതിനാവശ്യമായ പണമില്ല, അപ്പോൾ ദൈവഹിതമല്ല എന്ന് That means മനസ്സിലാക്കുക. circumstances prevented you from going. ചില സാഹചര്യങ്ങൾ പോകുന്നതിൽ നിങ്ങളെ വിലക്കുന്നുവെങ്കിൽ, Like one chap once came to me, ഒരു one boy. Yeah. ഒരു യുവാവ് എൻ്റെ അടുത്ത് കടന്നു വന്ന് He പറഞ്ഞു, said, "Brother, God has clearly shown me that I have to marry that particular girl." ബ്രദറെ, എന്നോട് ദൈവം വളരെ വ്യക്തമായിട്ട് ആ സഹോദരിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. But when I ask her, she says she doesn't want to marry me. എന്നാൽ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് എന്നെ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. I said, then it is clear that is not God's will. അപ്പോഴേ ഞാൻ പറഞ്ഞു, അപ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതമല്ല എന്നുള്ള വ്യക്തമല്ലേ? Because if it is God's will, He'll speak on both sides, not only to one അത് side. ദൈവഹിതമാണെങ്കിൽ തീർച്ചയായും ദൈവം അവളോട് സംസാരിക്കും, രണ്ട് സൈഡിലും സംസാരിക്കും. Circumstances close that door, accept the closed door. അതെ, സാഹചര്യങ്ങൾ നമ്മുടെ വാതിൽ അടച്ചു കളഞ്ഞാൽ അത് അടയ്ക്കപ്പെട്ട വാതിലായിട്ട് തന്നെ നാം ഏറ്റെടുക്കേണ്ടി. Sometimes they tell me, brother, please go and speak to that girl. ചിലപ്പോൾ അവരോട് പറയും, നീ സഹോദര പോയി ആ പെൺകുട്ടിയോട് സംസാരിക്കണമെന്ന്. I said, I will never speak to such ഞാൻ a പറയാം, അങ്ങനെയുള്ളിടത്ത് ഞാൻ സംസാരിക്കില്ല. Then the fourth thing is finally you look for the witness of the Holy Spirit in your spirit. നാലാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിന്റെ ഒരു സാക്ഷ്യം നമ്മുടെ ആത്മാവോട് ചേർന്ന് പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിൽ ഒരു ഉറപ്പും സാക്ഷ്യവും തരും. Okay, this is a question about what I said about Mother Teresa. മദർ തെരേസയെ കുറിച്ച് ഞാൻ പറഞ്ഞതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം. If in Mother Teresa's life some areas were in God's will and some area were not in God's will, then is she saved or not? മദർ തെരേസയുടെ ജീവിതത്തിൽ ചില മേഖലകൾ ദൈവഹിതത്തിലും ചില കാര്യങ്ങൾ ദൈവത്തിനും അല്ലായിരുന്നെങ്കിൽ മദർ തെരേസ രക്ഷിക്കപ്പെട്ട ആളായിരിക്കുമോ? So before Mother Teresa, I'll ask you, if some areas in your life are in God's will and some are not in God's will, are you saved or not? ഞാൻ മദർ തെരേസയായിട്ട് ചോദിക്കുന്നതിനെക്കാട്ടും നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവഹിതത്തിലും ചിലത് ദൈവഹിതത്തിന് വെളിയിലുമാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണോ? Who can say every area of my life 100% I am in God's will? ആർക്കാണ് പറയുവാൻ കഴിയുന്നത് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും എല്ലാത്തിലും ഞാൻ 100% ദൈവഹിതത്തിന്റെ ഉള്ളിലാണ്? After 54 years of being a believer, I can't say that. 54 വർഷം ഒരു വിശ്വാസിയായി ജീവിച്ച് എനിക്കത് പറയുവാൻ കഴിയില്ല. Perfection is like the top of Mount Everest. മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ എത്തുന്നത് പോലെയാണ് പെർഫെക്ഷൻ. 10,000 meters. ഇവിടെ നിന്ന് ഏകദേശം 10,000 മീറ്റർ ഉയരം. Jesus is there. യേശു തീർച്ചയായിട്ടും അവിടെയുണ്ട്. We are all climbing. നമ്മളെല്ലാം അവിടെ എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. Some are 15,000 feet. ചിലർ 15,000 അടി Some ചെന്നിട്ടുണ്ട്, 5,000 feet. ചിലർ 5,000 അടിയുണ്ട്, 100 feet. ചിലർ 100 അടിയുണ്ട്. Nobody is perfect. ആരും ആ ടോപ്പിൽ എത്തിയിട്ടില്ല. Paul said, I am not perfect. പൗലോസ് പറയുന്നു, ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. I'm doing one thing. I'm pressing towards the goal. അത് പ്രാപിക്കാമോ എന്ന് വെച്ച് ഞാൻ ലാക്കിലേക്ക് ഓടുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. So, none of us are perfect. നമ്മൾ ആരും പൂർണ്ണരല്ല. Salvation is by turning from sin and faith in Jesus Christ. പാപത്തിൽ നിന്ന് പുറം തിരിഞ്ഞ് കർത്താവിലുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നതാണ് രക്ഷ. And we don't have to judge whether somebody will go to hell or heaven. ആരെങ്കിലും സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്നുള്ളത് വിധിക്കുവാൻ ദൈവം നമ്മളെ Jesus said, by their fruit you will know them. കർത്താവ് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, അവരുടെ ഫലം കൊണ്ട് നിങ്ങൾ വൃക്ഷത്തെ അറിയും. When I see in a person a desire to be free from sin and to live a pure life, ഞാൻ ഒരു ജീവിതത്തെ കാണുമ്പോൾ അവനെ പാപത്തിൽ നിന്ന് വെഴിഞ്ഞ് ഒരു ദൈവഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുമ്പോൾ, and a faith in Jesus Christ as Savior, യേശു രക്ഷിതാവ് എന്ന നിലയിൽ യേശുവിലുള്ള അവിശ്വാസം കാണും. faith that Jesus rose from the dead, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ വിശ്വാസം, and I find fruit in such a person's life. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിന് തക്കതായ ഫലം ഞാൻ കാണുമ്പോൾ, And I say, to the best of my knowledge, that person is saved. അങ്ങനെയെങ്കിൽ എൻ്റെ അറിവിൻ്റെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും അവന് രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറയുവാൻ എനിക്ക് കഴിയും. He doesn't have to belong to CFC. അവന് CFCയിലെ ഒരംഗമായിരിക്കണമെന്നില്ല. I think there are saved people in the Catholic Church too. കത്തോലിക്ക സഭയിൽ പോലും രക്ഷിക്കപ്പെട്ട വ്യക്തികളുണ്ടെന്ന് ഞാൻ And I വിശ്വസിക്കുന്നു. think there are unsaved people in Pentecostal churches also. പെന്തക്കോസ്തൽ സഭയിൽ പോലും രക്ഷിക്കപ്പെടാത്ത ആൾക്കാരുണ്ട്. So it's all a question of personal relationship with Christ. കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് ഇതെല്ലാം കാരണം. I don't see that in Mahatma Gandhi, for example.
മഹാത്മാഗാന്ധിയിൽ ഞാനത് കാണുന്നില്ല. He was a very good man. വളരെ നല്ലൊരു But മനുഷ്യനായിരുന്നു. he would not say, Jesus Christ is my only Savior. എന്നാൽ മഹാത്മാഗാന്ധി ഒരിക്കലും യേശുക്രിസ്തു എന്റെ ഏകരക്ഷകൻ എന്ന് പറഞ്ഞിട്ടില്ല. Admired Jesus. യേശുവിനെ കുറിച്ച് വളരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധി. I am not the judge of Mahatma Gandhi. ഞാൻ മഹാത്മാഗാന്ധിയെ വിധിക്കുവാൻ ഞാൻ ആളല്ല. God will judge everybody. ദൈവം എല്ലാവരെയും വിധിക്കും. But I see there's a lot of difference between Mahatma Gandhi and Mother Teresa. എന്നാൽ മഹാത്മാഗാന്ധിയും മദർ തെരേസയും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. She openly confesses Jesus. യേശുവിനെ പരസ്യമായിട്ട് യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കുന്ന വ്യക്തിയാണ് ജീവിതം കൊണ്ട്. Maybe she has some faults like you and I have faults. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ വീഴ്ച ഉള്ളതുപോലെ മദർ തെരേസയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരുപക്ഷെ വീഴ്ച കണ്ടിരുന്നേക്കാം. So we don't judge one another. നാം അന്യോന്യം വിധിക്കുന്നവരായിരിക്കരുത്. Okay, this is a personal question. ഒരു വ്യക്തിപരമായ ചോദ്യം. Have you really been faithful to all the promises in the Word of God? വാസ്തവമായും ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങൾക്കും Faithful to the promises in the Word of God. ദൈവവചനത്തിലുള്ള എല്ലാ വാഗ്ദത്തങ്ങൾക്കും നീ വിശ്വസ്തനായിരുന്നു? I can only say, I try according to the light I have. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുവാൻ കഴിയും. എനിക്ക് ലഭിച്ച വെളിച്ചം അനുസരിച്ച് ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. In first standard, I try to pass everything in first standard. ഒന്നാം ക്ലാസ്സിൽ പൂർണ്ണമായും ജയിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. Then I go to second standard, I get more light, I obey some more. രണ്ടാം ക്ലാസ്സിൽ ഞാൻ ചെന്നപ്പോൾ എനിക്ക് കൂടുതൽ അറിവ് ലഭിച്ചു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നേടി. I'm talking about the Christian life. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. Third standard, I get more light. മൂന്നാം ക്ലാസ്സിൽ എനിക്ക് കുറച്ചുകൂടെ വെളിച്ചം ലഭിച്ചു. Then I obey that. ഞാനതനുസരിച്ചു. But perfection is still a long way off. എന്നാൽ പൂർണ്ണത എന്നുള്ളത് ഇനിയും വളരെ ദൂരം കഴിഞ്ഞാണ്. But my goal is this. എന്നാൽ എൻ്റെ ലക്ഷ്യം every year I must be a little more like Jesus than I was last year. ഓരോ വർഷം കഴിയുന്തോറും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടവനാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. Proverbs 4:18 says that the path of the righteous is like the light that starts from dawn and goes up to noonday. അതെ, Proverbs 4:18. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, നീതിമാന്റെ പാത പ്രഭാതത്തിന്റെ വെളിച്ചം പോലെയാണ്, നട്ടുച്ചവരെ അധികമായി ശോഭിച്ചു വരുന്നു എന്ന് നാം കാണും. The full days when Christ comes back, we'll be like him. അതെ, മധ്യാഹ്നം എന്ന് പറയുന്നത് യേശുവിന്റെ രണ്ടാമത്തെ വരവാണ്. Dawn is when we are born again. നാം വീണ്ടും ജനിച്ചതാണ് പ്രഭാതം. From that time, we don't suddenly shoot up to the top. It's a slow progress like the sun. പ്രഭാതം മുതൽ മധ്യാഹ്നം വരെയുള്ള സൂര്യന്റെ പോക്ക് വളരെ പതുക്കെയാണ്. I can honestly say I am on the path of the righteous. എനിക്ക് സത്യസന്ധമായിട്ട് പറയുവാൻ കഴിയും, ഞാൻ ഈ നീതിയുടെ പാതയിലാണ് നടക്കുന്നത്. Because I see progress in my life. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഞാൻ കാണുന്നു. To me, that is the mark of God's blessing. അത് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു അടയാളമായി ഞാൻ കാണും. Every year I see areas of my life which are not Christ-like, where I can cleanse myself. അതെ, ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് തുല്യമല്ലാത്ത പല കാര്യങ്ങളും ഞാൻ കാണുന്നു. ബോധ്യം ലഭിക്കുന്നതിനെ എല്ലാം അതിൽ ഞാൻ ശുദ്ധീകരണം പ്രാപിക്കും. See, like in 10th standard, we are learning new things, just like the first standard student is learning new things. ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ പുതിയ കാര്യം പഠിക്കുന്ന പോലെ തന്നെ 10ാം ക്ലാസ്സിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. You don't want any of your children to sit in the same class for 2 years. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും തന്നെ ഒരേ ക്ലാസ്സിൽ 2 വർഷം ഇരിക്കുവാൻ നിങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. God doesn't want you to sit in the same class for 2 years. നിങ്ങളും ആരും തന്നെ ഒരു ക്ലാസ്സിൽ 2 വർഷം ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. Brothers, your wife should be able to say to you like this. സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. You are more Christ-like this year than last year. നിങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിനോട് അനുരൂപപ്പെട്ടിരിക്കുന്നു. I can see you're not perfect, but you're more Christ-like. നിങ്ങൾ പൂർണ്ണരായിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ എന്നാൽ നിങ്ങൾ കൂടുതൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ അനുരൂപപ്പെട്ടു. Sisters, your husband should say that about you. സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരും നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുവാനിടയായിത്തീരും. You're more Christ-like this year than last year. കഴിഞ്ഞ വർഷത്തേക്കാൾ നീ കൂടുതൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപപ്പെട്ടിരിക്കുന്നു. Okay, another personal question. മറ്റൊരു വ്യക്തിപരമായ ചോദ്യം. What is the secret of your happy married life? എന്താണ് സന്തുഷ്ടമായ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ രഹസ്യം? How do you know we have a happy married life? ഞങ്ങൾക്ക് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം ഉണ്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? I was very surprised in one American plane. ഞാൻ ഒരിക്കൽ വളരെ In an American plane we were traveling, my wife and I. അമേരിക്കയിൽ ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് പ്ലെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ The stewardess came to me. ഒരു എയർ ഹോസ്റ്റസ് കടന്നു വന്ന്
How long have you been married? You're so happy. നിങ്ങൾ എത്ര വർഷമായി വിവാഹിതരായിട്ട് നിങ്ങൾ വളരെ സന്തുഷ്ടരായിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചു. He said, well, 44 years. 44 വർഷം. 44 വർഷമായി നിങ്ങൾ പറഞ്ഞു. Because that's a very strange thing in America. അമേരിക്കയിൽ അത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണ്. I'll tell you the secret. രഹസ്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. I do not make demands on my wife. You must be like this, you must do like this. ഞാൻ പ്രത്യേകമായ ഒരു ഡിമാൻഡുകളും എൻ്റെ ഭാര്യയോട് നീ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ചെയ്യണമെന്നൊന്നും പറയാറില്ല. No. I realize we are different. എനിക്ക് മനസ്സിലാകും അവള് വ്യത്യസ്തയാണ്. I'm different, she's different. ഞാൻ വ്യത്യസ്തനാണ്, അവളും വ്യത്യസ്തയാണ്. And we're not perfect. ഞങ്ങൾ പൂർണ്ണരല്ല. And the other thing is, we have understood the way of the cross. മറ്റൊരു കാര്യം, ഈ കുരിശിന്റെ വഴിയെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. And we realize that our married life must reflect Christ and the church. ഞങ്ങൾ ഇങ്ങനെ ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കുടുംബജീവിതം സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ ഈ ലോകത്തിൽ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരിക്കണം. But we can correct one another. ഞങ്ങൾക്ക് അന്യോന്യം കറക്റ്റ് ചെയ്യാൻ പറ്റും. See, sometimes when I have to give her the house keys, ചിലപ്പോൾ വീടിന്റെ താക്കോൽ ഞാൻ അവളെ കൊടുക്കുമ്പോൾ I say, here, take it. ഇതാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ എറിഞ്ഞു കൊടുക്കാറുണ്ട്. She says, that is the military way. We must do it. അവൾ ആളെന്നോട് പറയും ഇത് പഴയ മിലിറ്ററി ചിട്ടയാണെന്ന്. So I learned I shouldn't throw it like that to a woman. I have to go and അപ്പോൾ ഞാൻ പഠിച്ചു, ഞാൻ കീ അങ്ങനെ എറിഞ്ഞു കൊടുക്കരുത്, ഞാൻ സൗമ്യമായിട്ട് കീ കൊണ്ട്. So we help one another. ഞങ്ങൾ അങ്ങനെ അന്യോന്യം സഹായിക്കുന്നവരാണ്. I rode a scooter for 46 years of my life. എൻ്റെ ജീവിതത്തിന്റെ ഏകദേശം 46 വർഷം ഞാൻ ഒരു സ്കൂട്ടർ ഓടിച്ച് നടന്ന ആളാണ്. But I used to drive very fast. ഞാൻ വളരെ വേഗതയിൽ ഓടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. Because I learned to drive in the military. ഞാൻ മിലിറ്ററിയിലായിരുന്നപ്പോഴാണ് ഇത് പഠിച്ചത്. അതുകൊണ്ട് നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത്. Jeep, everything is full speed. ജീപ്പ് ഓടിച്ചാലും സ്കൂട്ടർ ഓടിച്ചാലും നല്ല സ്പീഡിൽ ഓടിക്കും. I find some of these things, it takes time for it to go away. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. These are not സമയമെടുക്കും. sinful things, but ഇത് വലിയ പാപമുള്ള കാര്യമൊന്നുമല്ല. But there's a better way of doing everything. എന്നാൽ എല്ലാ കാര്യവും ചെയ്യുവാനൊരു നല്ല വഴിയുണ്ട്. So we must help one another to perfection. നമ്മൾ അതുകൊണ്ട് പൂർണ്ണരായി തീരുവാൻ നാം അന്യോന്യം And സഹായിക്കേണ്ടതായിട്ടുണ്ട്. if we recognize that we have got mistakes in our life, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ട് എന്ന് നാം മനസ്സിലാക്കിയാൽ, and your partner recognizes that they've got mistakes in their life, നിങ്ങളുടെ ജീവിത പങ്കാളി മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പോരായ്മയുണ്ടെങ്കിൽ, we respect one another. അന്യോന്യം ബഹുമാനിക്കുക. You know what God said about Adam, that I must make a helper for him. ആദമിനോട് ദൈവം പറഞ്ഞത് അവനൊരു തക്ക തുണയെ ഞാൻ കൊടുക്കണമെന്ന്. There are two ways you can look at it. രണ്ട് വിധത്തിൽ അത് നമുക്ക് കാണുവാൻ കഴിയും. If you're a man, നിങ്ങളൊരു മനുഷ്യനാണ്, you can say, നിങ്ങൾക്ക് പറയാം, your wife, you're only a helper God made for me. നീ ഭാര്യയാണ്, ദൈവം എനിക്ക് സഹായത്തിനായിട്ട് തന്ന ആളാണ് നീ. But there's another way to look at it. എന്നാൽ മറ്റൊരു വിധത്തിൽ അത് കാണുവാൻ കഴിയും. God could look at Adam and say, this guy will never make it if I don't make a helper for him. ദൈവം ആദാമിനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞാണ്, ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു നല്ലൊരു സഹായിയെ ഞാൻ അവന് കൊടുത്തില്ലെങ്കിൽ. So if you look at it that way, you find the wife is also important. ആ വിധത്തിൽ ഭാര്യയെ കാണുകയാണെങ്കിൽ ഭാര്യമാരുടെയും ജീവിതത്തിൽ അവരും പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക. What I mean is learn to respect one another. ഞാൻ ഉദ്ദേശിച്ച ഇതാണ്, അന്യോന്യം ബഹുമാനിക്കുവാൻ പഠിക്കുക. Nobody is superior. ആരും ഉയർന്നവരല്ല. There are different functions. വ്യത്യസ്തങ്ങളായ ജോലികളാണ് നമുക്കുള്ളത്. You're supposed to be the head of the house. നിങ്ങൾ വീടിന്റെ ഏറ്റവും നേതൃത്വത്തിലുള്ള ആളായിരിക്കണം. But your wife has to produce the baby. What about that? You can't do that. പക്ഷേ നിങ്ങൾക്ക് മക്കളെ പ്രസവിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയാണ്. So which is important, being the head of the house or producing a baby? കുടുംബനാഥനായിരിക്കുന്നതാണോ മക്കളെ പ്രസവിക്കുന്നതാണോ, ഏതാണ് ഏറ്റവും പ്രയാസമുള്ള ജോലി? There are different functions. എല്ലാം വ്യത്യസ്തങ്ങളായ ജോലിയാണ്. Just because a woman produces babies doesn't mean she's superior. അത് സ്ത്രീകളെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് കൊണ്ട് അവരല്ല ഏറ്റവും മുതിർന്നവര്. Because God has made you the head of the home doesn't mean you're superior. നിങ്ങൾ കുടുംബനാഥനായതുകൊണ്ട് നിങ്ങൾ വീട്ടിലെ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിയല്ല. Like left hand and right hand. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഇടം കൈയും വലം കൈയും പോലെ നാം കണക്കാക്കേണ്ട കാര്യം. Which hand are you ready to cut off? ഇതിലേത് കൈയാണ് നിങ്ങൾ മുറിച്ചു കളയുവാൻ ആഗ്രഹിക്കുന്നത്? I want both. കാരണം നമ്മൾ പറയും നമുക്ക് രണ്ടും വേണമെന്ന്. Value your husband and wife like that. ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം അങ്ങനെ വിലമതിക്കുക. Build fellowship.
അങ്ങനെ കൂട്ടായ്മ ഉറപ്പിക്കുക. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Thank you, Father, for this time. സംഗീതാവേ, സമയത്തിനായിട്ട് നന്ദി. Give us clarity in our life so that we can follow Jesus' footsteps. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വ്യക്തത ഞങ്ങൾക്ക് തരണമേ. കർത്താവിനെ പിൻപറ്റി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് Pray in കൊണ്ടുപോകും. Jesus' name. യേശുവിന്റെ നാമത്തിൽ.